വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 3 21 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു. ഹേലി മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും ലേവി മെൽക്കിയുടെയും മെൽക്കി യാനിയുടെയും യാനി ജോസഫിൻ്റെയും പുത്രൻ. ജോസഫ് മത്താത്തിയായുടെയും മത്താത്തിയ ആമോസിൻ്റെയും ആമോസ് നാവൂമിൻ്റെയും നാവൂം ഹെസ്ലിയുടെയും ഹെസ്ലി നഖായിയുടെയും പുത്രൻ. നഖായി മാത്തിൻ്റെയും മാത്ത് മത്താത്തിയായുടെയും മത്താത്തിയ സെമയിൻ്റെയും സെമയിൻ യോസേക്കിൻ്റെയും യോസേക്ക് യോദയായുടെയും പുത്രൻ. യോദ യോഹന്നാൻ്റെയും യോഹന്നാൻ റേസായുടെയും റേസ സെറുബാബേലിൻ്റെയും സെറുബാബേൽ സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ നേരിയുടെയും പുത്രൻ. നേരി മെൽക്കിയുടെയും മെൽക്കി അദ്ദിയുടെയും അദ്ദി കോസാമിൻ്റെയും കോസാം എൽമാദാമിൻ്റെയും എൽമാദാം ഏറിൻ്റെയും പുത്രൻ. ഏർ ജോഷുവായുടെയും ജോഷുവ എലിയേസറിൻ്റെയും എലിയേസർ യോറീമിൻ്റെയും യോറീം മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും പുത്രൻ. ലേവി ശിമിയോൻ്റെയും ശിമിയോൻ യൂദായുടെയും യൂദ ജോസഫിൻ്റെയും ജോസഫ് യോനാമിൻ്റെയും യോനാം എലിയാക്കിമിൻ്റെയും പുത്രൻ. എലിയാക്കിം മെലിയായുടെയും മെലിയായ് മെന്നായുടെയും മെന്ന മത്താത്തായുടെയും മത്താത്ത നാഥാൻ്റെയും നാഥാൻ ദാവീദിൻ്റെയും പുത്രൻ. ദാവീദ് ജസ്സയുടെയും ജസ്സെ ഓബദിൻ്റെയും ഓബദ് ബോവാസിൻ്റെയും ബോവാസ് സാലായുടെയും സാല നഹശോൻ്റെയും പുത്രൻ. നഹശോൻ അമിനാദാബിൻ്റെയും അമിനാദാബ് അത്മിൻ്റെയും അത്മിൻ അർണിയുടെയും അർണി ഹെസ്രോൻ്റെയും ഹെസ്രോൻ പേരസിൻ്റെയും പേരസ് യൂദായുടെയും പുത്രൻ. യൂദ യാക്കോബിൻ്റെയും യാക്കോബ് ഇസഹാക്കിൻ്റെയും ഇസഹാക്ക് അബ്രാഹത്തിൻ്റെയും അബ്രാഹം തേരായുടെയും തേര നാഹോറിൻ്റെയും പുത്രൻ. നാഹോർ സെറൂഹിൻ്റെയും സെറൂഹ് റവുവിൻ്റെയും റവു പേലെഗിൻ്റെയും പേലെഗ് എബറിൻ്റെയും ഏബർ ഷേലായുടെയും പുത്രൻ. ഷേല കൈനാൻ്റെയും കൈനാൻ അർഫക്സാദിൻ്റെയും അർഫക്സാദ് ഷേമിൻ്റെയും ഷേം നോഹയുടെയും നോഹ ലാമെക്കിൻ്റെയും പുത്രൻ. ലാമെക് മെത്തുസേലഹിൻ്റെയും മെത്തുസേലഹ് ഹെനോക്കിൻ്റെയും ഹെനോക്ക് യാരെദിൻ്റെയും യാരെദ് മഹലലേൻ്റെയും മഹലേൽ കൈനാൻ്റെയും പുത്രൻ. കൈനാൻ ഏനോസിൻ്റെയും ഏനോസ് സേത്തിൻ്റെയും സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു. ആദം ദൈവത്തിൻ്റേതുമായിരുന്നു.